മിന്നുമണി ആ ക്യാച്ച് നഷ്ടപ്പെടുത്തുമ്പോൾ എക്സ്ട്രാ കവറിൽ ജമീമ റോഡ്രിഗസ് തൊട്ടരികിലുണ്ടായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഏറെക്കാലം നീണ്ട സ്വപ്നങ്ങളെയായിരുന്നു മിന്നു കൈവിട്ട് കളഞ്ഞത്. കമന്ററി ബോക്സിൽ നിന്ന് അപ്പോൾ കേട്ട ശബ്ദം അതായിരുന്നു. അവസാന ഓവറിൽ രാധ യാദവ് തുടരെ 2 ബൗണ്ടറികൾ നേടി RCBക്ക് ഐതിഹാസിക ജയം സമ്മാനിക്കുന്നത് കണ്ടപ്പോൾ അത് ശരിയാണെന്ന് തോന്നിക്കാണണം ആരാധകർക്ക്. വഡോദരയിൽ വുമൻസ് പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ റൺ ചേസ് അരങ്ങേറുകയായിരുന്നു. അതും ഒരു കലാശപ്പോരിൽ. 2 ആഴ്ച മുമ്പ് ഇതേ ബംഗളൂരുവിനെ 109 റൺസിന് എറിഞ്ഞിട്ടതാണ് ഡൽഹി. പിന്നെ 15 ഓവറിൽ കളി ജയിച്ചു. അന്ന് സ്മൃതി മന്ദാനയുടെ വിക്കറ്റ് ആർക്കായിരുന്നു വന്നു? മിന്നു മണിക്ക്. ഇക്കുറി മന്ദാനക്കൊപ്പം എരിഞ്ഞു കത്തിക്കൊണ്ടിരുന്ന ജോർജിയ വോളിന് വീഴ്ത്തി ഡൽഹിക്ക് നിർണായക ബ്രേക്ക് ത്രൂ നൽകിയതും മിന്നു തന്നെയാണ്. പക്ഷേ നിർഭാഗ്യം എന്നല്ലാതെ എന്തു പറയാൻ, അവരുടെ കൈവെള്ളയിലൂടെ തന്നെ ആ കിരീടം വഴുതി നിലത്ത് വീണു. ജമീമ നിസ്സഹായായിരുന്നു. കാത്തിരിപ്പുകൾ അവസാനിച്ചാൽ പിന്നെ കിരീടങ്ങൾക്ക് ഒരു പഞ്ഞവും ഉണ്ടാവില്ലെന്നാണല്ലോ. ട്രോഫികൾ വന്നിങ്ങനെ കുമിഞ്ഞുകൂടും. മൈതാനങ്ങളിലെ അലിഖിത നിയമമാണത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 3 കിരീടങ്ങളാണ് ബംഗളൂരുവിൻ്റെ പുരുഷ വനിതാ ടീമുകൾ ഷെൽഫിലെത്തിച്ചത്. സ്മൃതി മന്ദാന ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞു, ഈ സാല കപ്പ് നംദു. 203 എന്ന മാമത്ത് ടോട്ടലിലേക്ക് സ്മൃതിയും ഗ്രേസ് ഹാരിസും ചേർന്ന് പാഡ് കെട്ടിക്കിറങ്ങുന്നു. 2ാം ഓവറിൽ തന്നെ ഹാരിസിന്റെ കുട്ടി തെറിപ്പിച്ച് ഹെൻറിയുടെ പ്രഹരം ഡൽഹി ആ മോഹക്കപ്പ് കൊതിച്ചു തുടങ്ങിയ സമയം. എന്നാൽ പിന്നെയാണ് ആ നിർണായക കൂട്ടുകെട്ട് പറഞ്ഞത്. സ്മൃതി മന്ദാനയും ജോർജിയ വോളും തോൽക്കാൻ ഒരുക്കമല്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. 2ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത് 165 റൺസിന്റെ കൂട്ടുകെട്ടാണ്. അതും വെറും 92 പന്തിൽ. ബംഗളൂരുവിന്റെ ആ റെക്കോർഡ് റൺ ചേസിന് അടിത്തറയിട്ടത് ആ പാർട്ണർഷിപ്പാണ്. സ്മൃതി മന്ദാനയ്ക്ക് ഇപ്പോൾ അത്ര നല്ല കാലമല്ലെന്നാണ് അങ്ങാടി ഭാഷണം. അവരെക്കുറിച്ച റൂമറുകൾ സോഷ്യൽ മീഡിയ വാർഡുകളിൽ പ്രത്യക്ഷപ്പെടാത്ത ദിവസങ്ങളില്ല. അവരുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് പാപ്പരാസികൾ എഴുതി നിറക്കുന്ന കാലമാണിത്. ഇന്നലെ വഡോദരയിൽ കലാശപ്പോരിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നു. മന്ദാനക്ക് പനി, ഫൈനലിൽ കളിച്ചേക്കില്ല. അത് ശരിയായിരുന്നു എന്ന് കളിക്ക് ശേഷമാണ് ആരാധകർ അറിയുന്നത്. ബംഗളൂരു കോച്ച് മലോരൻ രംഗരാജൻ കിരീട നേട്ടത്തിന് ശേഷം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: കടുത്ത പനിയുമായാണ് സ്മൃതി കളത്തിലിറങ്ങിയത്. എന്നാൽ ടീമിൽ ഒരാൾ പോലും അതറിഞ്ഞില്ല. അവരിത് കാണിച്ചില്ല എന്ന് വേണം പറയാൻ. ഞാൻ ഉച്ചയ്ക്ക് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് തിരക്കി. സ്മൃതി മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നോ പ്രോബ്ലം, ഐ വിൽ ബി ദർ. ഒടുവിൽ ബംഗളൂരു കുറിച്ച ആ ഐതിഹാസിക ജയത്തിൽ നിർണായക റോൾ വഹിക്കുന്നു. മുഴുവൻ പ്രതിസന്ധിക്കാലങ്ങളെയും അടിച്ച് കാലറിയിലിട്ട് ഓറഞ്ച് ക്യാപ്പും അണിഞ്ഞ് വഡോദരയിൽ അവർ തലയെടുപ്പോടെ നിൽക്കുന്നു. വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ റൺ ചേസാണ് നടത്തേണ്ടത്. സമ്മർദ്ദത്തിൻ്റെ കൊടുമുടിയിലാണ്. താഴേക്ക് വീണുപോയാൽ പിന്നെ ഒരു ഉയർപ്പില്ല. 5ാം ഓവർ അവസാനിക്കുമ്പോൾ വെറും 5 പന്തിൽ 6 റൺസായിരുന്നു സ്മൃതിയുടെ സമ്പാദ്യം. എന്നാൽ പവർ പ്ലേയിലെ അവസാന ഓവറിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്തു. നന്ദനി വർമ്മയുടെ ആ ഓവറിൽ തുടരെ ബൗണ്ടറികൾ. പവർ പ്ലേ അവസാനിക്കുമ്പോൾ ബംഗളൂരു സ്കോർ ബോർഡ് 50 കടന്നു. ഡൽഹിയുടെ സ്പിൻ ഭീഷണിയെ മനോഹരമായാണ് മന്ദാന മറികടന്നത്. RCBയുടെ ഏക ലെഫ്റ്റ് ഹാൻഡറായ മന്ദാന ശ്രീചരണയെയും സ്നേഹ റാണയെയും ഒക്കെ പാലകൂരി പ്രഹരിക്കുന്നത് കണ്ടു. ഒരു ഘട്ടത്തിൽ ജമീമ റോഡ്രിഗസിന് മുന്നിൽ ഓപ്ഷനുകൾ നഷ്ടമായി. ഒടുവിൽ 19ാം ഓവറിൽ മടങ്ങുമ്പോൾ 87 റൺ സ്കോർ ബോർഡിൽ ചേർത്ത് കഴിഞ്ഞിരുന്നു മന്ദാന. അതും വെറും 41 പന്തിൽ. ബാറ്റ് വീശിയത് 212 സ്ട്രൈക്ക് റേറ്റിൽ, പറത്തിയത് 3 സിക്സും 12 ഫോറും. ജോർജിയ വോളിനൊപ്പം പടുത്തുയർത്തിയത് വുമൻസ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ണർഷിപ്പ്. 54 പന്തിൽ 79 റൺസായിരുന്നു വോളിൻ്റെ സമ്പാദ്യം. ബാറ്റ് വീശിയത് 144 സ്ട്രൈക്ക് റേറ്റിൽ. അവസാന ഘട്ടത്തിൽ ഡൽഹിക്ക് ഒരിക്കൽ കൂടി പ്രതീക്ഷ ലഭിച്ചതാണ്. 14 പന്തിനുള്ളിൽ പൊടുന്നനെ 3 വിക്കറ്റുകൾ വീഴുന്നു. 19ാം ഓവറിൽ മന്ദാന വീണ തൊട്ടടുത്ത പന്തിൽ രാധ യാദവും കൂടാരം കയറേണ്ടതായിരുന്നു. എന്നാൽ മിന്നു മണിക്ക് പഠിച്ചു. അനായാസമായ ക്യാച്ച് കൈപ്പിടികളാക്കാമായിരുന്നു അവർക്ക്. അവസാന 4 പന്തിൽ ബംഗളൂരുവിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 8 റൺസാണ്. ശ്രീചരണിയെ തുടരെ ബൗണ്ടറികൾ പായിച്ച് രാധ യാദവ് ആ കിരീടം ഒരിക്കൽ കൂടി ബംഗളൂരുവിൻ്റെ ഷെൽഫിലെത്തിച്ചു. പ്ലേ ഓഫ് പ്രവേശനത്തിന് ശേഷം 2 മത്സരങ്ങൾ തോറ്റ ബംഗളൂരു പടിക്കൽ കലമുടക്കുമോ എന്ന് ആരാധകർ ഒരു ഘട്ടത്തിൽ ആശങ്കിച്ചിരുന്നു. എന്നാൽ നിർണായക സമയത്ത് അവൻ ഉണർന്നു. ഒടുക്കം വുമൻസ് പ്രീമിയർ ലീഗിലെ റെക്കോർഡുകൾ പലതും കടപുടക്കി ആ ചരിത്രജയം കുറിച്ചു. വുമൻസ് പ്രീമിയർ ലീഗ് പ്ലേ ഓഫ് ഹിസ്റ്ററിയിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്നലെ സ്മൃതി മന്ദാന വഡോദരയിൽ കുറിച്ചിട്ടത്. ഈ സീസണിൽ ആകെ 377 റൺസാണ് മന്ദാന അടിച്ചെടുത്തത്. വഡോദരയിലെ റെക്കോർഡ് റൺ ചേസിൽ എല്ലാ ഓവറുകളിലും RCB ബൗണ്ടറി നേടിയിട്ടുണ്ട് എന്നോർക്കണം. ഡൽഹിയുടെ കാര്യമാണ് ഏറെ കഷ്ടം. വുമൻസ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ എല്ലാ ഫൈനലുകളും അവർ കളിച്ചിട്ടുണ്ട്. എന്നാൽ 4ലും തോൽക്കാനായിരുന്നു വിധി. 2023-ലും 25-ലും മുംബൈയോടാണ് തോറ്റതെങ്കിൽ
24-ലും 26-ലും ബംഗളൂരുവിനോടാണ് പരാജയപ്പെട്ടത്. ക്യാപ്റ്റൻ ജമീമ റോഡ്രിഗസിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഒരിക്കൽ കൂടി അവർക്ക് ഫൈനലിലേക്കുള്ള വഴിവെട്ടിയത്. ടൂർണമെൻറ്റിലെ ആദ്യ 4 മത്സരങ്ങളിൽ 3-ലും ഡൽഹി തോറ്റിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ പുറത്താകലിൻ്റെ വക്കിൽ പോലുമായിരുന്നു. പിന്നീടായിരുന്നു ആ കംബാക്ക്. ഫൈനലിൽ ഡൽഹി ഉയർത്തിയ കൂറ്റൻ സ്കോറിൽ ജമീമയ്ക്ക് നിർണായക റോൾ ഉണ്ടായിരുന്നു. 37 പന്തിൽ 57 റൺസ് എടുത്ത ജമീമ തന്നെയായിരുന്നു ഡൽഹിയുടെ ടോപ്പ് സ്കോറർ. പക്ഷേ 2 ക്യാപ്റ്റന്മാരുടെ പോരിൽ വിജയം മന്ദാനക്കൊപ്പം നിന്നു. മത്സരശേഷം ജമീമയെ മന്ദാന ചേർത്ത് പിടിച്ചു. മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് വിശ്വകിരീടം സമ്മാനിച്ച ആ ഡുവോ കളത്തിന് പുറത്തും ഉറ്റ സുഹൃത്തുക്കളാണ്. ബിഗ് ബാഷ് ലീഗിൽ ബ്രിസ്ബൻ ഹീറ്റ്സ് താരമായ ജമീമ ടൂർണമെൻറ്റിൽ നിന്ന് പിന്മാറുന്നു എന്ന വാർത്ത ആരാധകരെ മാസങ്ങൾക്ക് മുമ്പ് ഞെട്ടിച്ചിരുന്നു. പ്രതിസന്ധി കാലത്ത് സ്മൃതിക്കൊപ്പം നിൽക്കണമെന്നായിരുന്നു ജമീമ അതിന് കാരണമായി പറഞ്ഞത്. താരത്തിൻ്റെ ആവശ്യം അന്ന് ഫ്രാഞ്ചൈസി അംഗീകരിച്ചു. ജമീമയ്ക്കും വെല്ലുവിളികൾ ഏറെയുള്ള സമയമാണെന്നും അവളുടെ ഹൃദയത്തിൽ നിന്നുള്ള തീരുമാനത്തെ മാനിക്കുന്നുവെന്നും ബ്രിസ്ബൻ ഹീറ്റ്സ് CEO അന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഏതായാലും IPL-ലും വുമൺസ് പ്രീമിയർ ലീഗിലുമൊക്കെ തുടരുന്ന ഡൽഹിയുടെ കാത്തിരിപ്പ് ഒരിക്കൽ അവസാനിക്കും എന്നുറച്ചു വിശ്വസിക്കുന്നുണ്ട് ആരാധകർ. അല്ലെങ്കിലും കാത്തിരിപ്പുകൾക്ക് ശേഷമുള്ള കിരീടത്തിന് ഇരട്ടി മധുരമായിരിക്കുമല്ലോ. അതാരെക്കാളും നന്നായി അറിയുക ബംഗളൂരു ആരാധകർക്കായിരിക്കും.